നമ്മൾ ഇന്ന് വളരെ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന അന്വേഷിക്കുന്ന ഒരു പ്രാചീന പഴയ ഒരു വ്യവസ്ഥയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അത് കവനന്റ് എന്നാണ് പറയുന്നത്. നിങ്ങളിൽ പലരും ഈ കവനന്റ് എന്ന വാക്ക് പല അവസരങ്ങളിലും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ കേട്ടിട്ടുണ്ടാവും. അതെന്താണ് കവനന്റ്? അതൊരു എഗ്രിമെന്റ് മാത്രമാണ്, ഒരു വ്യവസ്ഥ, ഒരു ഉടമ്പടി. അപ്പോൾ അത് നമ്മൾ ഇവിടെ എന്തുകൊണ്ട് പ്രാധാന്യം ഉണ്ടാകുന്നു? നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് ഭാരതം വൈദേശിക ഭരണത്തിൽ നിന്നും വേർപെട്ട കാലത്ത് ഉണ്ടായ ഒരു എഗ്രിമെന്റാണ്, ഒരു ഉടമ്പടി എന്നുള്ള നിലയിലാണ് അതിന് ഇത്രയധികം പ്രാധാന്യം സിദ്ധിച്ചിരിക്കുന്നത്. 1947 ഭാരതം സ്വതന്ത്രമായി. അപ്പോൾ സ്വതന്ത്രമാകുന്ന ഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിലുടനീളം ഒരു പ്രാദേശികമായും അതുപോലെ തന്നെ വലിയ തോതിലും ചെറിയ തോതിലുമുള്ള രാജഭരണമായിരുന്നു നമ്മുടെ ഭാരതത്തിൽ ആകമാനം ഉണ്ടായിരുന്നു. നിരവധി രാജാക്കന്മാർ, പ്രബലരായ രാജാക്കന്മാർ. നമ്മൾ ഒരുപാട് ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാർ, മുഗള രാജാക്കന്മാർ, മൗര്യ രാജാക്കന്മാർ, ഇന്നിങ്ങനെ വലിയ വലിയ രാജ കുടുംബങ്ങളുടെ ഭരണ വ്യവസ്ഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കേരളത്തിൽ അന്ന് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് കേരളത്തിൽ പ്രബലരായ 2-3 രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ മഹാരാജാവ്, കൊച്ചിയിലെ രാജ്യം, കോഴിക്കോട് സാമൂതിരി, അതുപോലെ തന്നെ വള്ളുവനാട് രാജാവ്, ഇങ്ങനെയുള്ള മലബാറിൽ ഇങ്ങനെയുള്ള പ്രബലരായ രാജാക്കന്മാർ. അപ്പോൾ ആ രാജഭരണത്തിന് കീഴിൽ ഇരുന്ന കാലത്താണ് ഭാരതം സ്വതന്ത്രമായത്. അപ്പോൾ ഭാരതത്തെ ഭരണഘടനാനുസരണമായി ബന്ധിപ്പിക്കുക, ഒരു ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും വലിയ ജോലിയാണ് അന്ന് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക്, നമ്മുടെ ഭരണ നേതൃത്വത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു, പട്ടേൽ തുടങ്ങിയ ആ കാലത്തെ പ്രഗത്ഭമതികളായ ഭരണാധികാരികളുടെ പ്രഥമ പ്രവർത്തനമായിരുന്നു നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുക. അപ്പം അങ്ങനെ പല നാട്ടുരാജ്യങ്ങളും സ്വമേധയാ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാവുകയും ചില രാജാക്കന്മാർ എതിർത്തു നിൽക്കുകയും ഒക്കെ ചെയ്തു. അപ്പം എന്തായാലും ശരി, അതിൻ്റെ ഭാഗമായിട്ട് അന്ന് കേരളത്തിലുണ്ടായിരുന്ന പ്രബല രാജാക്കന്മാരെ ഏകീകരിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രതിനിധി കേരളത്തിൽ വരികയും കേരളത്തിലെ അന്ന് പ്രഗത്ഭരായ, അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലരായ 2 രാജവംശങ്ങളുമായി ചർച്ച നടത്തുകയും ചെയ്തു. അപ്പം അങ്ങനെ ചർച്ചയ്ക്കൊടുവിൽ കേരളത്തിലെ വലിയ ഭൂവിഭാഗം കയ്യിലുള്ള തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തീരുമാനിക്കുകയും അതിനെ സംബന്ധിച്ചൊരു വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം ഇന്ത്യൻ യൂണിയനിൽ ചേരുമ്പോൾ രാജ്യത്തിന് ഭരണം ഈ രാജാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് വഴിമാറുമ്പോൾ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെ ചില ബാധ്യതകളും ചില സമ്പത്തുകളും അവരുടെ കുടുംബ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആ വ്യവസ്ഥകളും അതുപോലെ തന്നെ ഭാവിയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരണമായി നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കുമ്പോൾ ഉണ്ടാവേണ്ട കാര്യങ്ങളും ഒക്കെയാണ് ഈ കവനന്റ് എന്ന് പറയുന്ന ആ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ട് 22 ആർട്ടിക്കിളുകളായി. അപ്പോൾ ആദ്യം കേരള സ്റ്റേറ്റ് എന്ന് ഒരു സംസ്ഥാന രൂപീകരണമല്ല നടന്നത്. അപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും 2 മഹാരാജാക്കന്മാരായതുകൊണ്ട് ആ നാട്ടുരാജ്യങ്ങൾ ഏകീകരിച്ച് ഒരു കവനേറ്റിംഗ് സ്റ്റേറ്റ് ഉണ്ടാക്കി, സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ കൊച്ചി. ആ കവനേറ്റിംഗ് സ്റ്റേറ്റിൻ്റെ രാജപ്രമുഖനായിട്ട് എന്നുവെച്ചാൽ ഭരണാധികാരിയായിട്ട് തിരുവിതാംകൂർ മഹാരാജാവിനെ നിശ്ചയിക്കുകയായിരുന്നു. കൊച്ചി രാജാവ് കൊച്ചി രാജ്യത്തെ ഭരണത്തിൻ്റെ അധിപൻ എന്നുള്ളത്. അപ്പം മൊത്തം പ്രാഥമിക സംസ്ഥാനത്തിൻ്റെ എന്നുവെച്ചാൽ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖൻ തിരുവിതാംകൂർ മഹാരാജാവാണ്. അപ്പം അദ്ദേഹമാണ് പിന്നീട് ഭരിക്കേണ്ടതും ഘട്ടം ഘട്ടമായി ജനാധിപത്യത്തിലേക്ക്, ഈ ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് നയിക്കേണ്ടത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാരും
അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായ BP മേനനും ഒപ്പുവെച്ചതാണ് ഈ കവനന്റ്. ആ കവനന്റിലെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രാചീനമായ നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു വ്യവസ്ഥയാണ്. 1949 മെയ് മാസം 27-ാം തീയതി തിരുവിതാംകൂർ മഹാരാജാവും 29-ാം തീയതി കൊച്ചി മഹാരാജാവും ഒപ്പിട്ട് ഈ കവനന്റ് വ്യവസ്ഥ തയ്യാറാക്കി, ആ എഗ്രിമെന്റ് തയ്യാറാക്കി. അത് 1949 ജൂലൈ 1 മുതൽ ആണ് പ്രാബല്യത്തിലാക്കി. അപ്പൊ ആ കവനന്റിലാണ് ഈ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ക്ഷേത്രങ്ങൾ അത് എന്ത് ചെയ്യണം, അതിനൊരു സ്വതന്ത്ര ഭരണ സംവിധാനം ഉണ്ടാകണം, പിന്നെ ഈ രാജഭരണത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് എങ്ങനെ പോകണം, അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവണം, അതുപോലെ പ്രജാസഭകൾ ഉണ്ടാകണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അന്ന് തിരുക്കൊച്ചി പ്രജാസഭയും മന്ത്രിസഭയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ടായി. അപ്പം അതാണ് തിരുക്കൊച്ചി മന്ത്രിസഭ, ഈ രാജഭരണത്തിന് കീഴിൽ തന്നെ. പക്ഷെ അതിൻ്റെ രാജപ്രമുഖൻ തിരുവിതാംകൂർ മഹാരാജാവാണ്. അദ്ദേഹത്തിന് അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പ്രിവി പേഴ്സ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് 18 ലക്ഷം രൂപയും കൊച്ചി മഹാരാജാവിന് 2,35,000 രൂപ പ്രിവി പേഴ്സ് പ്രഖ്യാപിച്ചു. അപ്പം അതനുസരിച്ച് ഘട്ടം ഘട്ടമായി രാജഭരണത്തിൽ നിന്നും ഈ ജനാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങി. അങ്ങനെയാണ് ഈ തിരുക്കൊച്ചി മന്ത്രിസഭ ഉണ്ടായതും. അവര് കേരളത്തിൽ ഒരു പരിധിവരെ ഈ രാജപ്രമുഖനാണ് രാജ്യം ഭരിക്കുന്നതെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും നടപടിയെടുക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമാണ് നമ്മൾ അന്ന് തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളുടെ ഭരണത്തിന് വേണ്ടി ഒരു സ്വതന്ത്രമായ ബോഡി ഉണ്ടാവണമെന്ന് ഈ കവനന്റിൽ വ്യവസ്ഥ ചെയ്യുകയും അങ്ങനെ 1949 ആഗസ്റ്റ് 1-ാം തീയതി ശ്രീ മന്നത്ത് പത്മനാഭനെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് പ്രഥമ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അതങ്ങനെ ഉണ്ടായെങ്കിലും ഈ ക്ഷേത്ര ഭരണം സംബന്ധിച്ച് ഒരു വ്യവസ്ഥയുടെ ഒരു നിയമങ്ങളുടെ അപര്യാപ്തത അന്നുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ചാണ് കൊച്ചി പ്രജാസഭ 1950 ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് പാസ്സാക്കി. അന്ന് കൊച്ചി മന്ത്രിസഭയാണ് പറവൂർ ടി കെ നാരായണപിള്ളയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതിനു മുമ്പിട്ട് പ്രധാനമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രി എന്ന പദവിയായിരുന്നു അന്നുള്ളത്. പിന്നീട് അന്ന് മുഖ്യമന്ത്രി പദവിയാക്കി. അത് പിന്നീട് ഈ 50-ന് ശേഷം 56 പിന്നെ സംസ്ഥാന ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ ഈ സംവിധാനങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതാണ് കവനന്റ്. ആ കവനന്റിലെ വ്യവസ്ഥ അനുസരിച്ചാണ് പ്രധാനമായും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ HRA ആക്ട് ഉണ്ടായിട്ടുള്ളത്. ഈ 62 സെക്ഷനുകളിലുള്ള ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണം അത് വേറെയാക്കുകയും, ഇപ്പോൾ നമ്മൾ തിരുവിതാംകൂർ കൊച്ചി ഈ രാജ്യങ്ങളുടെ ഏകീകരണവും അതുപോലെ തിരുവിതാംകൂർ കൊച്ചി ഈ ദേവസ്വം ബോർഡുകളുടെ ഭരണത്തിൻ്റെയും ഒരു പ്രാചീന അല്ലെങ്കിൽ പ്രാകൃതമായ ആദ്യകാല നിയമാവലി എന്നുള്ള നിലയിൽ ഈ കവനന്റിന് വലിയ പ്രാധാന്യമുണ്ട്. അതുമാത്രമല്ല, ഈ കവനന്റിന് ചില ഗ്യാരണ്ടികൾ, ചില ഉറപ്പുകൾ കേന്ദ്ര ഗവൺമെന്റ് പാലിച്ചിരുന്നു. എന്തിനാണ് ഉറപ്പ്? ഈ ജനാധിപത്യ ഭരണത്തിന് കീഴിൽ ക്ഷേത്രഭരണം സുഗമമായി നടന്നുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് 1950 HRA ആക്ടിൽ അതിന് വളരെ സുവ്യക്തമായ വകുപ്പുകളാണ് എഴുതി ചേർത്തിരുന്നത്. യാതൊരു രാഷ്ട്രീയ ബന്ധമുള്ളവരും രാഷ്ട്രീയ പക്ഷപാതികളായ ആളുകളും ദേവസ്വം ഭരണത്തിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ HRA ആക്ട് അങ്ങനെ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ ആക്ടിൻ്റെ ഇപ്പോഴും അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ പരിപാവനതയും അതിൻ്റെ നിയമത്തിൻ്റെ പ്രാബല്യവും ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. പിന്നീട് അതിൽ തന്നെ ചില വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെജിസ്ലേച്ചർ, അതായത് നിയമനിർമ്മാണ സഭകൾ എന്നെങ്കിലും പ്രാബല്യത്തിൽ വന്നാൽ ആ നിയമനിർമ്മാണ സഭകൾക്ക് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിയമങ്ങളിൽ മാറ്റം വരുത്താനും വ്യതിയാനങ്ങൾ വരുത്താനും അവകാശമുണ്ടായിരിക്കും. പക്ഷേ എന്ത് വ്യതിയാനങ്ങൾ വരുത്തുമ്പോഴും ആ വ്യതിയാനങ്ങളെല്ലാം തന്നെ ഈ 1949 കവനന്റിന്റെ താല്പര്യത്തിനും അതിൻ്റെ ഫ്രെയിം വർക്കിനും ഉള്ളിലായിരിക്കണം. എന്നുവെച്ചാൽ അതിൻ്റെ ആ സാങ്ക്ടിറ്റി, അതിൻ്റെ ഈ രാഷ്ട്രീയ ഇതരമായ ഭരണവ്യവസ്ഥയുടെ ശുദ്ധിയും ആ വ്യാപ്തിയും മാറ്റാനേ പാടില്ല എന്നുള്ള തരത്തിലാണ് ഈ കവനന്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കവനന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ക്ഷേത്ര ഭരണ സംവിധാനങ്ങൾക്ക്
ഒരു ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ, സംരക്ഷണം തന്നെയാണ് കവനന്റിൽ വരുത്തിയിരിക്കുന്നത്, കവനന്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കവനന്റ് അവസാനം ഒരു സർട്ടിഫിക്കറ്റ് തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ഈ കവനന്റ് സംസ്ഥാന രാജാക്കന്മാരുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സമ്മതത്തോടും ഗ്യാരണ്ടിയോടും എന്നേക്കും നൽകുന്ന ഗ്യാരണ്ടിയോടുമാണ് ഈ കവനന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ 1949 ഏർപ്പെട്ട വ്യവസ്ഥ ചെയ്ത ഈ കവനന്റിലെ വിഷയങ്ങളിൽ എന്തെങ്കിലും തർക്കമുണ്ടാകുന്നെങ്കിൽ ആ തർക്കം കേന്ദ്ര ഗവൺമെന്റ് എക്കാലത്തും ബാധ്യതപ്പെട്ട് പരിഹരിച്ചു കൊള്ളാം എന്നുള്ള വ്യവസ്ഥകൾ പോലും ഈ കവനന്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഈ ഗവൺമെന്റും ക്ഷേത്രഭരണ സംവിധാനങ്ങൾ തമ്മിലുള്ള എല്ലാ ഡിസ്പ്യൂട്ടുകളും തർക്കങ്ങളും പൂർണ്ണമായും പരിഹരിക്കാൻ ഈ കവനന്റിൽ ആവശ്യമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് വസ്തുത.